നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. മെസ്സി എറയിലായിപ്പോയി. അതാണ് CR7 അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കോംപ്ലിക്കേഷനായി മാറിയത്. പറയുന്നത് ആംഗേൽ ഡി മരിയയാണ്. രണ്ടുപേർക്കൊപ്പവും കളിച്ചിട്ടുള്ള താരമാണല്ലോ ഡി മരിയ. ആ ഡി മരിയ ഇപ്പോൾ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വർക്ക് എത്തിക്കിനെ കുറിച്ചും മറ്റുമൊക്കെ പറയുന്നത്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ട ആ കൂട്ടത്തിലാണിത് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നു, in terms of professionalism, he is number one by far. CR7 കുറിച്ചാണ്. പ്രൊഫഷണലിസത്തിൻ്റെ കാര്യം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോയാണ് നമ്പർ 1. അത് മറ്റുള്ളവരെക്കാൾ ഒരുപാട് ദൂരം അദ്ദേഹം മുന്നിലാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക് എത്തിക്ക്, അതുപോലെ തന്നെ ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ എബിലിറ്റി, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എഫേർട്ട്. അതായത് ലിയോ മെസ്സിയുമായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ തലപ്പത്ത് നിൽക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അതിന് വേണ്ടിയിട്ടുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട്, അതെല്ലാം ട്രൂലി കമൻറ്റബിൾ ആണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഹീ കോയിൻസൈഡഡ് വിത്ത് മെസ്സി എറ വിച്ച് മേഡ് ഹിസ് ഗോൾ കോംപ്ലിക്കേറ്റഡ്. മെസ്സി എറയിലായിപ്പോയി. അപ്പോൾ അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലക്ഷ്യത്തിലേക്കുള്ള പോക്കിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റിയത്. മെസ്സിയുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് പോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതാണ് CR7 നമ്പർ 1 ആക്കുന്നതിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്നാണ് ഡി മരിയ പറയുന്നത്. പിന്നെ വീണ്ടും ഡി മരിയ പറയുന്നുണ്ട്, എന്തുകൊണ്ട് എപ്പോഴും മെസ്സിയെ ക്രിസ്ത്യാനോക്ക് മുകളിൽ കാണുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം. അദ്ദേഹം പറയുന്നു, ഐ ഹാവ് ഓൾവേസ് പുട്ട് മെസ്സി അഹെഡ് ഓഫ് റൊണാൾഡോ. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനോ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക്, എഫേർട്ട്, ഇതൊക്കെ നമ്പർ 1 ആയിട്ട് നിൽക്കാൻ വേണ്ടി എപ്പോഴും ഇടുന്ന ആളാണ്. പക്ഷേ Messi drinking mate in the locker room later showed that he had a gift from God to be the best. അതാണ് വ്യത്യാസം. മെസ്സി അത്രത്തോളം ആ രൂപത്തിൽ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നത്. മെസ്സി കളിക്കളത്തിൽ ഇറങ്ങുന്നു, ദൈവത്തിൽ നിന്ന് തനിക്ക് കിട്ടിയ ആ ഒരു ഗിഫ്റ്റ് അത് കൃത്യമായിട്ട് അദ്ദേഹം കാണിക്കുന്നു. അവിടെ ഒരു വ്യത്യാസം കൃത്യമായിട്ടുണ്ട്. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം അതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മെസ്സിക്ക് താൻ എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് എന്നുകൂടി ആംഗേൽ ഡി മരിയ പറഞ്ഞു വെക്കുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.